reproduction in human beings. Generally, humans are a sexual mode of reproduction. Humans use a sexual mode of reproduction. Male gamete and female gamete fusing together to form a zygote. That is the method. It needs sexual maturation, which includes creation of the germ cells, that is, egg or ova in the female and sperm in the male partner. And this period of sexual maturation is called puberty. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രായപൂർത്തിയാവുക എന്നത് ഒരു സ്റ്റേജാണ്. അപ്പോൾ അതിൽ ഫീമെയിലാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അതിൽ ഓവം അല്ലെങ്കിൽ എഗ്ഗ് എന്നൊരു സംഭവം ഗർഭപാത്രത്തിൻ്റെ രണ്ട് സൈഡിലുള്ള അറകളിലുമായിട്ട് ഫോം ചെയ്യണം. അപ്പോൾ സ്പേം ആണെങ്കിൽ ഈ പുരുഷന്മാരിലാണെങ്കിൽ ആൺകുട്ടികളിൽ സ്പേം ബീജം ഉൽപ്പാദനം തുടങ്ങുന്നു. This period of sexual maturation is called puberty. പ്രായപൂർത്തിയായി എന്നുള്ള ഒരു തോന്നൽ. Human beings have a well-developed male and female reproductive system. What is that? The formation of male germ cells, that is a sperm. Male germ cells is otherwise known as sperms, takes place in the testis. That is the male reproductive organ. So male reproductive organ, human male reproductive organ is called testis. വൃഷ്ണങ്ങൾ, ഒരു ജോഡി വൃഷ്ണങ്ങളാണ്, അവിടെയാണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. So actually a pair of testes are located inside the scrotum, situated outside the abdominal cavity. നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റിയുടെ പുറത്താണ് വൃഷ്ണങ്ങൾ സ്ക്രോട്ടം കാണുന്നത്. ഇറ്റ് ഈസ് മെൻറ്റ് ടു കീപ് റിലേറ്റീവ്ലി എ ലോ ടെമ്പറേച്ചർ നീഡഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സ്പേംസ് ബൈ ടെസ്റ്റിസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ടു ബി കെപ്റ്റ് റിലേറ്റീവ്ലി എ ലോ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം. നീഡഡ് എന്തിനത്? ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ബൈ ടെസ്റ്റിസ്. അപ്പോൾ തണുപ്പ് ഉള്ള സമയത്താണ് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നത് ടെസ്റ്റിസിനകത്ത് എന്നർത്ഥം. അപ്പോൾ അതിന് ടെമ്പറേച്ചറുമായിട്ട് ബന്ധമുണ്ട്. മോറോവർ ടെസ്റ്റിസിൽ നിന്നും എന്ത് റിലീസാവുന്നു? എ മെയിൽ സെക്സ് ഹോർമോൺ കോൾഡ് ടെസ്റ്റോസ്റ്ററോൺ എന്ന പുരുഷ ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹൂസ് ഫങ്ഷൻ ഈസ്, എന്താണ് അതിൻ്റെ പ്രവർത്തനം? ദാറ്റ് ഈസ് റെഗുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേം. സ്പേമിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുക എന്നാണ്. മോർ ദാൻ ദാറ്റ്, ബ്രിങ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ അപ്പിയറൻസ് സീൻ ഇൻ ബോയ്സ് ദ ടൈം ഓഫ് പ്യൂബർട്ടി. ഈ ഹോർമോണാണ് മെയിൽസ്, ഈ പ്രായപൂർത്തിയായി വരുന്ന കുട്ടികളുടെ ശരീരഭാഗങ്ങളിലും ഗുഹ്യഭാഗങ്ങളിലുമെല്ലാം രോമങ്ങൾ ഉണ്ടാകുന്നു, താടി മീശയെല്ലാം ഉണ്ടാകുന്നു. അതാണ് ഈ പ്രായപൂർത്തിയാകുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യാസമാണത്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് ഓർക്കുക. ദ സ്പേംസ് അലോങ് വിത്ത് ദി സെക്രീഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് സെമിനൽ വെസിക്കിൾ. സ്പേംസ് അലോങ് വിത്ത് ദ സെക്രീഷൻ വിസർജനം, സ്പേംസ് വിസർജിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലാണ്, ഗ്രന്ഥിയാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. അതിൻ്റെ സെമിനൽ വെസിക്കിളുണ്ട്. സെമൻ എന്ന് വെച്ചാൽ ബീജമാണ്. അതിനൊരു വെസിക്കിളുണ്ട്, അതിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് സെമൻ. സോ വിച്ച് ഈസ് റിലീസ്ഡ് ആൻഡ് മെയ്ഡ് ടു എൻറ്റർ ഇൻ ടു ദി ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഡ്യൂറിങ് കോപ്പുലേഷൻ. ലൈംഗിക ബന്ധ സമയത്ത് ഫീമെയിൽ സ്ത്രീയുടെ ജെനിറ്റൽ ഭാഗത്ത് ഗുഹ്യ അവയവങ്ങളിൽ ഒരു ട്രാക്റ്റുണ്ട്. ആ ട്രാക്റ്റിൽ ഒരു വഴിയുണ്ട്. ആ വഴിയിലാണ് ഇത് നിക്ഷേപിക്കപ്പെടുന്നത് എന്നർത്ഥം. നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്, ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു രീതി എന്ന് നമുക്ക് ഡയഗ്രാം നോക്കി മനസ്സിലാക്കാം. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓവിഡക്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് ഒരു കണ്ടോ, ഈ രണ്ട് കൈകളും നീട്ടിയിട്ട്
സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ദാറ്റ് ഈസ് എ ഫണൽ ഓഫ് ഫെലോപ്പിയൻ ട്യൂബാണ്, ഫണലാണ്. ഈ ഫെലോപ്പിയൻ ട്യൂബിലൂടെയാണ് സ്പേംസ് യൂട്രസിനകത്തേക്ക് കടക്കുന്നത്. ഫെലോപ്പിയൻ. പിന്നെ വരുന്നത് ഓവറിയാണ്. ഓവറി കണ്ടല്ലോ നമ്മൾ, വളരെ എഗ്ഗിൻ്റെ ആകൃതിയിലുള്ള 2 ഓവറീസാണ് റൈറ്റും ലെഫ്റ്റും ഉള്ളത്. പിന്നെ വരുന്ന യൂട്രസ് ആണ്. ഗർഭപാത്രമാണ്. ഗർഭപാത്രത്തിനകത്താണ് ഈ കുട്ടി കിടക്കുന്നത്, ഓർ വോം. പിന്നെ വരുന്നത് സെർവിക്സ് ആണ്. സെർവിക്സ് യോനി നാളമാണ്. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് വജൈന, യഥാർത്ഥ യോനിയിലൂടെയാണ് കോപ്പുലേഷൻ, ലൈംഗിക ബന്ധം നടക്കുന്നത്. അതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് 1 by 1 ആയിട്ട് വി ഹാവ് ടു സ്റ്റഡി മോർ ആൻഡ് മോർ ലേറ്റർ. The female germ cells or eggs are made in the ovaries, a pair of which is located in both sides of the abdomen. So, in this diagram we can see this female germ cells. When a girl is born, the ovaries already contain thousands and thousands of immature eggs. പെൺകുട്ടിയുടെ ശരീരത്തിനകത്ത് ഉണ്ട് ഇമ്മേച്വറായിട്ടുള്ള, മെച്വറാവാത്ത തൗസൻഡ്സ് ഓഫ് എഗ്സ് ഉണ്ട് അതിനകത്ത്. അത് പ്യൂബർട്ടി, പ്രായപൂർത്തി ആകുന്ന സമയത്ത് സം ഓഫ് ദീസ് എഗ്സ് സ്റ്റാർട്ട് മെച്വറിങ്. ചില എഗ്സ് മെച്വറാവുന്നു, പക്വമാവുന്നു. ആൻഡ് 1 egg ഈസ് പ്രൊഡ്യൂസ്ഡ് എവ്രി മന്ത് ബൈ വൺ ഓഫ് ദി ഓവറീസിൽ വെച്ചിട്ട് ഓരോ മാസം ഓരോരോ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദി എഗ് ഈസ് ക്യാരിഡ് ഫ്രം ദ ഓവറി ടു ദ വോംബ്. എഗ് എവിടേക്ക് ക്യാരി ചെയ്യുന്നു? ഓവറിയിലേക്ക്. ഓവറി ടു ദ വോംബ് ഗർഭപാത്രത്തിലേക്ക്. ത്രൂ എ ഫെലോപ്പിയൻ ട്യൂബ്. ഒരു ട്യൂബുണ്ട്, ആ ട്യൂബിനകത്ത് ഫെലോപ്പിയൻ ട്യൂബിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. ദീസ് 2 ഫെലോപ്പിയൻ ട്യൂബ്, റൈറ്റും ലെഫ്റ്റും നമ്മൾ കണ്ടല്ലോ. ഫെലോപ്പിയൻ ട്യൂബ് യുണൈറ്റ് ഇൻ ടു ആൻ എലാസ്റ്റിക് ബാഗ് ലൈക്ക് സ്ട്രക്ചർ നോൺ ആസ് യൂട്രസ്. ഒരു എലാസ്റ്റിക് ബാഗ് ഉണ്ട് അതിനകത്ത്, അതാണ് യൂട്രസ്. അപ്പോൾ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷന് കുട്ടി വളരുന്നതനുസരിച്ച് അത് റിലാക്സ് ചെയ്യണം, പിന്നെ കൺട്രാക്ട് ചെയ്യണം. പിന്നെ കുട്ടി പ്രസവിക്കുന്ന സമയത്തുള്ള പ്രഷർ, മർദ്ദം ഉപയോഗിച്ചിട്ട് അതിൻ്റെ സങ്കോച വികാസങ്ങളൊക്കെ നടക്കുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ദ യൂട്രസ് ഓപ്പൺസ് ഇൻ ടു ദ വജൈന ത്രൂ ദ സെർവിക്സ്. യൂട്രസ് ഓപ്പൺ ഇൻ ടു ദ വജൈന. യൂട്രസ് എവിടേക്ക് തുറന്നു വരുന്നു? വജൈന, യോനിയിലേക്ക് വരുന്നു ത്രൂ ദ സെർവിക്സിലൂടെ. And fertilization occurs in the fallopian tube of female genital tractലുള്ള ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ബീജസങ്കലനം നടക്കുന്നത്. The fertilized egg also called zygote, that is 2n number of, നമ്മൾ പറഞ്ഞല്ലോ 2n നമ്പറാണ്, റിഡക്ഷൻ പ്രോസസ്സാണ് വരുന്നത്. ഗെറ്റ്സ് ഇംപ്ലാന്റഡ്. സാധാരണ ഒറിജിനലി അതിൽ വരുന്നത് ക്രോമസോംസ് ആണ്, അത് 2n ആണ്. ഗെറ്റ്സ് ഇംപ്ലാന്റഡ് ഇൻ ദി ലൈനിങ് ഓഫ് ദി യൂട്രസ് ആൻഡ് സ്റ്റാർട്ട് dividing. And actually uterus is richly supplied with the blood to nourish the growing embryo. അതിന് ആഹാരമൊക്കെ വേണ്ടി, അപ്പോൾ അതിനുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുന്നു കുട്ടിക്ക്. അതിനകത്ത് കിടക്കുന്ന കുട്ടിക്ക് വേണ്ട നറിഷ്മെൻറ്റ് എംബ്രിയോ അതാണ്. എംബ്രിയോ ആണല്ലോ ഏറ്റവും എൻ്റെ പ്രാഥമിക പ്രൈമറി സ്റ്റെപ്പ്. ഈ സൈഗോട്ട് ഈസ് നോട്ട് ഫോംഡ്. സൈഗോട്ട് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ദി ഇന്നർ വാൾ ഓഫ് യൂട്രസ് ബ്രേക്സ്, which causes bleeding through vagina. സോ ഇപ്പോൾ ഗർഭധാരണം നടക്കാതെ വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാകുന്നു, അതങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. ദി പ്രോസസ് ഈസ് കോൾഡ്, അത്തരം പ്രോസസ്സ് കുറച്ച് ബ്ലഡുമായിട്ട് പുറത്തേക്ക് പോകുന്നു, അതിനെയാണ് നമ്മൾ മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. എവറി 28 days വരുന്ന ഒരു പ്രോസസ്സാണ് മെൻസ്ട്രുവേഷൻ. ഇറ്റ് ഒക്കേഴ്സ് എവിടെയാണത്? അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ ഓഫ് 28 days. ഇൻ എംബ്രിയോ ഗെറ്റ്സ് ന്യൂട്രീഷൻ ഫ്രം ദി മദേഴ്സ് ബ്ലഡ് with the help of a special tissue called a placenta. The embryo gets, അപ്പോൾ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ ഒരു ടിഷ്യൂയിലൂടെയാണ് വരുന്നത്. ആ ടിഷ്യൂ നമ്മൾ പ്ലാസെൻറ്റ എന്നാണ് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ലാർജ് സർഫസ് ഏരിയ ഫോർ ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ടു പാസ് ഫ്രം ദി മദർ ടു ദി എംബ്രിയോ. സിമിലർലി ദി വേസ്റ്റ്സ് from the developing embryo are removed to mother's blood through placenta. മദറിൻ്റെ ബ്ലഡിലുള്ള എല്ലാം കുഞ്ഞിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ്സ് എല്ലാം പ്ലാസെൻറ്റയിലൂടെ മദേഴ്സ് ബ്ലഡിലാണ് പോകുന്നത്. റിമൂവ് ടു മദേഴ്സ് ബ്ലഡിലേക്ക് പോകുന്നു. മദർ അതിനെ പുറത്തേക്ക് കളയുന്നു. ദ ചൈൽഡ് ഈസ് ബോൺ ആസ് എ റിസൾട്ട് ഓഫ് rhythmic contractions of the muscles in the uterus. After 9 months, that is 36 weeks,
ശരിക്കും പറഞ്ഞാൽ 280 ദിവസം 280 ഡേയ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻസൈഡ് മദേഴ്സ് വോംബ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗസ്റ്റേഷൻ പീരീഡ്, പ്രസവ പീരീഡ് എന്നാണ് പറയുന്നത്. ഗസ്റ്റേഷൻ, ദ സെക്ഷൽ സൈക്കിൾ ഇൻ എ വുമൺ കണ്ടിന്യൂസ് അപ് ടു ദി ഏജ് ഓഫ് 45 to 50 years. സെക്ഷൽ സൈക്കിള് ഏകദേശം 45 മുതൽ 50 വയസ്സിൻ്റെ അകത്ത് ഇത് നിലയ്ക്കേണ്ടതാണ്, സ്റ്റോപ്പ് ആവും. സോ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ദ ഓവറി ഡു നോട്ട് റിലീസ് എഗ്, അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു. ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് മെനോപോസ്. അപ്പോൾ ഇതിനെന്ത് പറയുന്നത്? മെനോപോസ്. ദിസ് ക്യാൻ ബി കോൾഡ് ആസ് മെനോപോസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ മാർക്സ് ദ എൻഡ് ഓഫ് മെൻസ്ട്രുവേഷൻ ഇൻ ദി വുമൺ. So hope you understood this class. Then you have to go through the reproductive health, isn't it? So reproductive health, in the reproductive health pattern, reproductive health means a total well-being in all aspects of reproductive. That is physical, emotional, social and behavioral. എല്ലാ കാര്യങ്ങളിലും, അതായത് ശാരീരികപരമായിട്ട്, വൈകാരികമായിട്ട്, സാമൂഹ്യപരമായിട്ട്, സ്വഭാവ രൂപീകരണത്തിൻ്റെ ഇതിലെല്ലാം തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ഹെൽത്ത് അത്യന്താപേക്ഷിതമാണ്. കൺട്രാസെപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പ്രസവത്തിനൊക്കെ ഈ പ്രസവ നിയന്ത്രണങ്ങളൊക്കെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കൺട്രാസെപ്ഷൻ. ഇറ്റ് ഈസ് ദ അവോയ്ഡൻസ് ഓഫ് പ്രഗ്നൻസി. ഗർഭം വേണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് കൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ, അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒന്ന്, ഫിസിക്കൽ ബാരിയർ ഉണ്ട് അതിനകത്ത്. മെത്തേഡ്സ് ഓഫ് കൺട്രാസെപ്ഷൻ, സർജിക്കൽ മെത്തേഡുണ്ട്, പിന്നെ കെമിക്കൽ മെത്തേഡുണ്ട്. 3 മെത്തേഡുണ്ട്. എന്താണ് ഈ ഫിസിക്കൽ ബാരിയർ? ദാറ്റ് ഈസ് ദ ടു പ്രിവെൻറ്റ് യൂണിയൻ ഓഫ് സ്പേം ആൻഡ് എഗ്. ഈ ബീജ അണ്ഡകോശങ്ങൾ തമ്മിൽ അവ സംഗമിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. യൂസ് ഓഫ് കോണ്ടംസ്, അതിന് നമുക്ക് കോണ്ടംസ് നമുക്ക് ഉപയോഗിക്കാം. ഗർഭനിരോധന ഉറകൾ നമുക്ക് ഉപയോഗിക്കാം. ഡയഫ്രം എന്ന ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. സർവിക്കൽ ക്യാപ്സൊക്കെ അതിന് ഉപയോഗിക്കാൻ പറ്റും. ദീസ് ആർ കോൾഡ് ഫിസിക്കൽ ബാരിയർ. പിന്നെ വരുന്നത് സർജിക്കൽ മെത്തേഡാണ്. വാട്ട് യു മീൻ ബൈ സർജിക്കൽ മെത്തേഡ്? ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റെറിലൈസേഷൻ ഇൻ വാസക്ടമി. നമ്മൾ ഈ കുടുംബാസൂത്രണമൊക്കെ ചെയ്യുന്ന സമയത്ത് വാസക്ടമി കട്ട് ചെയ്യുന്നു. എന്താണ്? സ്പേംസിൻ്റെ ഉൽപ്പാദനം. ആൻഡ് വാസ് ഡിഫറൻസ് ഓഫ് മെയിൽ ഈസ് ബ്ലോക്ക്ഡ്. വാസ് ഡിഫറൻസിലൂടെയാണല്ലോ സ്പേംസ് വരിക, അതിനെ ബ്ലോക്ക് ചെയ്യുന്നു ടു പ്രിവെൻറ്റ് സ്പേംസ് ട്രാൻസ്ഫർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അണ്ടത്തിലേക്ക്, എഗ്ഗിലേക്ക് ട്രാൻസ്ഫർ നടക്കുന്നില്ല. മറ്റൊരു വാസക്ടമിയെ കൂടാതെ മറ്റൊരു സംഭവമാണ് ട്യൂബക്ടമി. ദാറ്റ് ഈസ് ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് ഫീമെയിൽ ഈസ് ബ്ലോക്ക്ഡ്. ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ആൻഡ് ടു പ്രിവെൻറ്റ് എഗ് ടു റീച്ച് യൂട്രസ്. പിന്നെ കോപ്പർ ടീ ഉപയോഗിക്കാറുണ്ട്. കോപ്പർ ടീ ഓർ ലൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ യൂട്രസ് ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി. ഗർഭധാരണം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനെ ഉപയോഗിക്കാറുണ്ട്. ദെൻ കെമിക്കൽ മെത്തേഡ്. എന്താണ് അറിയുക കെമിക്കൽ മെത്തേഡ്? ഓറൽ കൺട്രാസെപ്റ്റീവ് ഉണ്ട്. മരുന്ന് കഴിക്കുക. ഓറൽ കൺട്രാസെപ്റ്റീവ് ചേഞ്ച് ദ ഹോർമോണൽ ബാലൻസ് ടു ചെക്ക് ദ എഗ് റിലീസ് ഇൻ ഫീമെയിൽസ്. അപ്പോൾ ഹോർമോണൽ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നു. അത് കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്തരം ഒരു ഓറൽ കൺട്രാസെപ്റ്റീവ് സൈഡ് എഫക്റ്റ് ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഹെൽത്തി സൊസൈറ്റി ആണ് നമുക്ക് ആവശ്യം. ഒരു ആരോഗ്യപരമായിട്ട് സമൂഹമാണ്. ഇറ്റ്സ് എ ബാലൻസ്ഡ് സെക്സ് റേഷ്യോ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ എഡ്യൂക്കേറ്റിംഗ് ദ പീപ്പിൾ ടു അവോയ്ഡ് മാൽ പ്രാക്ടീസസ് ലൈക്ക് ഫീമെയിൽ ഫീറ്റിസൈഡ്. പലപ്പോഴും പെൺകുട്ടിയാണ് ഗർഭത്തിനകത്ത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി, ആ ശിശുവിനെ കൊല്ലാറുണ്ട്. അപ്പോൾ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്നൊരു മാൽ പ്രാക്ടീസ് തെറ്റായിട്ടൊരു പ്രവണതയാണ്. അത് നമ്മൾ നിയന്ത്രിക്കണം, അത് നമ്മൾ ഇല്ലാതാക്കണം. ആൻഡ് പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ എല്ലാം നമുക്ക് അതുകൊണ്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് മുൻകൂട്ടി പറയാനുള്ള നിർവാഹമില്ല, നിയമമില്ല. പിന്നെ ഇതുമൂലം ഇപ്പോൾ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസൊക്കെ മനുഷ്യ സമൂഹങ്ങളിൽ നിയന്ത്രിക്കാനുള്ള വഴികളുണ്ട്. STD എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇമ്പോർട്ടൻ്റ് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ക്യാൻ ബി ഓഫ് വൈറൽ STD ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് HIV ഉണ്ട്. HIV, എയ്ഡ്സ്, വാട്സ് മുതലായ രോഗങ്ങൾ. പിന്നെ ബാക്ടീരിയൽ STDസിൻ്റെ എക്സാമ്പിൾ സിഫിലിസ്, ഗുണേറിയ മുതലായ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ലൈംഗിക രോഗങ്ങളാണ്. STDs, sexually transmitted diseases, are communicated during unsafe sexual contact. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാവുന്നത് എന്ന കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് we are going to wind up this class about how do organisms reproduce.